തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ചു. മൂന്നാം പ്രതി MK നാസറിനാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. 9 വർഷമായി ജയിലിൽ കിടന്നത് കണക്കിലെടുത്താണ് ജാമ്യം. NIA കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചയാളാണ് നാസർ. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു ഈ നാസർ. നാസറിന് കോടതി നേരത്തെ NIA കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതാണ്. പക്ഷേ ഇവിടെ ഏത് സാഹചര്യത്തിലാണ് ഈ പ്രതിയുടെ ശിക്ഷ കോടതി ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്? അതായത് 9 വർഷമായി ഈ കേസിലെ മൂന്നാം പ്രതിയാണ് നാസർ. കഴിഞ്ഞ 9 വർഷമായി നാസർ ജയിലിൽ തുടരുകയാണ്. ഇതിൽ ഹൈക്കോടതിക്ക് ജാമ്യം അനുവദിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ കേസിന്റെ അതായത് കേസ് കഴിഞ്ഞ 9 വർഷമായി ഇദ്ദേഹം നാസർ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ആ കേസ് മരവിപ്പിച്ച ശേഷം വേണം അതിൽ ജാമ്യം അനുവദിക്കാനുള്ള സാങ്കേതികമായ ഒരു പ്രൊസീജിയറാണ് അത്. അതായത് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ലഭിക്കേണ്ടത് പരോളാണ്. ആ പരോൾ അനുവദിക്കേണ്ടത് ജയിൽ അധികൃതരുമാണ്. അത് കോടതിയല്ല അനുവദിക്കേണ്ടത്. പക്ഷേ കോടതി അനുവദിക്കുമ്പോൾ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ താൽക്കാലികമായെങ്കിലും കേസ് അതായത് കേസിന്റെ നടപടിക്രമങ്ങൾ ഈ ശിക്ഷാവിധി മരവിപ്പിച്ച ശേഷമാണ് ജാമ്യം നൽകാൻ ഹൈക്കോടതിക്ക് അധികാരമുള്ളൂ. ആ ഒരു പ്രൊസീജിയറാണ് ഇപ്പോൾ നടന്നത്. 9 വർഷത്തിന് ശേഷമാണ് നാസർ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത്, ജാമ്യം നേടി പുറത്തിറങ്ങുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം അതിൽ നിന്ന് ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങൾക്കൊടുവിലാണ് ഒടുവിൽ അതായത് 29 പ്രതികൾക്കെതിരെയാണ് 2013 NIA കോടതി കുറ്റപത്രം സമർപ്പിച്ചതെങ്കിലും പിന്നീട് അത് 6 പ്രതികളിലേക്ക് ചുരുങ്ങി. 6 പ്രതികളിൽ 6 പ്രതികൾക്കാണ് ശിക്ഷ വിധിച്ചത്. അതിൽ ആദ്യത്തെ 3 പേരാണ്. മൂന്നാമത്തെ പ്രതിയാണ് നാസർ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ട ആളാണ്. ബാക്കി 3 പ്രതികൾ 3 വർഷം തടവ് അനുഭവിച്ചാൽ മതിയെന്നായിരുന്നു ശിക്ഷ. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ നാസർ 3ാം പ്രതിയാണെന്ന് സൂചിപ്പിച്ചിരുന്നത്. കേസിൽ 1ാം പ്രതി സവാദിന്റെ ശിക്ഷാവിധി ഇനിയുമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ വർഷമാണ് 13 വർഷത്തെ ഒളിവിന് ശേഷം സവാദിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, സവാദിനെ പിടികൂടാൻ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് NIA ഇനാം പ്രഖ്യാപിച്ചിരുന്നു. 10 ലക്ഷം രൂപ സവാദിനെ പറ്റി വിവരം നൽകുന്നവർക്കോ പിടിച്ചു നൽകുന്നവർക്കോ നൽകുമെന്നുള്ള ഇനാം കൂടി പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും കഴിഞ്ഞ വർഷം ആണ് സവാദിനെ കണ്ണൂര് ഒരു മരപ്പണിക്കാരനായി ജോലി നോക്കുന്ന സവാദിനെ പോപ്പുലർ ഫ്രണ്ടിന്റെ സംരക്ഷണയിൽ തന്നെയാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞതെന്നാണ് വ്യക്തമാകുന്നത്. ഇത്രയും സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ 9 വർഷത്തിന് മുൻപാണ് നാസർ ഉൾപ്പെടെയുള്ള പ്രതികൾ ജയിലിലേക്ക് പോകുന്നത്. ജീവപര്യന്തം തടവ് തന്നെയാണ് NIA കോടതി നാസറിനെ വിധിച്ചിട്ടുള്ളതും. ഇതിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന സാങ്കേതികമായുള്ള ഒരു പ്രൊസീജിയറാണ് കാരണം ജീവപര്യന്തം തടവാണ്. ഇവിടെ 9 വർഷം മാത്രമാണ് ഇതുവരെയും തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത്. പിന്നെ ഏത് സാഹചര്യത്തിലാണ് കോടതി ഇയാളുടെ നാസറിന്റെ ശിക്ഷ മരവിപ്പിച്ചത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇതിനെ സർക്കാർ ഒരു ഘട്ടത്തിലും കോടതി ഇത്തരം അപേക്ഷയുമായി ഈ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോയപ്പോൾ സർക്കാർ ഒരു തരത്തിലും ആ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നില്ലേ ആജ്ഞ? തീർച്ചയായും ടോമസ്. കാരണം പ്രത്യേകിച്ചും നമുക്കറിയാം, കേരളം ഞെട്ടിയ ഒരു കേസ് തന്നെയാണ് അതും. ഒരു ന്യൂമാൻസ് കോളേജിലെ മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യം PT കുഞ്ഞുമുഹമ്മദിന്റെ തിരക്കഥയിലെ രീതിശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ആ ചോദ്യം. അതേ ചോദ്യം തന്നെ, അതായത് ഭ്രാന്തൻ ദൈവത്തോട് ചോദിക്കുന്നു. ഈ ഭ്രാന്തൻ എന്ന പേര് മാറ്റി മുഹമ്മദ് എന്ന് പേരിട്ടതായിരുന്നു. അത് ഒരു കോളേജിലെ ഇന്റേണൽ പരീക്ഷയ്ക്ക് നടന്ന ചോദ്യപേപ്പർ പിന്നീട് മാധ്യമം പത്രത്തിൽ അച്ചടിച്ചു വരികയും അത് പിന്നീട് വലിയ വിവാദമായി മതനിന്ദയ്ക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. കോളേജ് ഈ പ്രൊഫസറെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കും ഉണ്ടായിരുന്നു. പിന്നീട് PT കുഞ്ഞുമുഹമ്മദിന്റെ ഗർഷോം എന്ന സിനിമയിൽ മുരളിയുടെ കഥാപാത്രം ഇതേ ഡയലോഗ് പറയുന്ന സാഹചര്യവും സിനിമയിലുണ്ട്. ഇതൊക്കെ അദ്ദേഹം പിന്നീട് എഴുതിയ തന്റെ ആത്മകഥയിൽ പ്രൊഫസർ TJ ജോസഫ് പിന്നീട് എഴുതിയ തന്റെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ മതനിന്ദ ആരോപിച്ച ശേഷം അത് വലിയ പ്രശ്നമാക്കുകയും
മത സൗഹാർദ്ദത്തെ തകർക്കുകയും മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ആ കേസ് മാറുകയും കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ രാവിലെ പള്ളിയിൽ പോകുന്ന പ്രൊഫസറെയും ഭാര്യയോടും സഹോദരിയോടൊപ്പം പള്ളിയിൽ പോകുന്ന പ്രൊഫസറെ തടഞ്ഞു നിർത്തിയാണ് ഈ കൈപ്പത്തി വെട്ടി മഴുകൊണ്ട് ഈ ഒന്നാം പ്രതി സവാദ് കൈപ്പത്തി വെട്ടിമാറ്റുകയും അത് അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന സാഹചര്യം. അത്രയും കേരളത്തെ ഞെട്ടിച്ച അതല്ലെങ്കിൽ മത തീവ്രവാദം കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കേസിന് ഇത്രയധികം പ്രയോറിറ്റി നൽകിയത്. പക്ഷേ ഇവിടെ നാസറിന്റെ കേസിൽ ഇത് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത് NIA കോടതിയാണ്. ഇതിനെ നാസറിന് അപ്പീൽ പോകാം, അപെക്സ് കോടതികളിലേക്ക് അപ്പീൽ പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പീലിനുള്ള അപേക്ഷ നൽകിയിട്ടുമുണ്ട്. ഈ അപ്പീൽ പരിഗണിച്ച ശേഷം മാത്രമേ അതല്ലെങ്കിൽ അപ്പീലിൽ ഉയർന്ന കോടതികൾ മേൽക്കോടതികൾ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടെ ഇത് ശിക്ഷാവിധി എന്ത് എന്ന് പൂർണ്ണമായും തീരുമാനിക്കാൻ പറ്റുള്ളൂ. നിലവിൽ NIA കോടതി നൽകിയിരിക്കുന്ന ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് നാസർ. ഈ അപ്പീലിന്മേലുണ്ടാകുന്ന തീരുമാനം വരെ അതായത് ഒരു ശിക്ഷാവിധി അനുഭവിക്കുന്നത് കൊണ്ട് അത് അപ്പീൽ കഴിഞ്ഞ ശേഷം മാത്രമേ പൂർണ്ണമായ ശിക്ഷാവിധി അതല്ലെങ്കിൽ ഈ കേസിലെ ശിക്ഷാവിധി എന്തെന്ന് വ്യക്തമാവുകയുള്ളൂ. അതുവരെ ഈ ശിക്ഷാവിധി മരവിപ്പിക്കാനുള്ള റൈറ്റ് കോടതിക്കുണ്ട്. ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ നടപടിയിലോട് NIAയുടെ പ്രതികരണം എന്താണ്? NIA ഇതിനെതിരെ അപ്പീൽ നൽകാനുള്ള സാധ്യതയുണ്ടോ? NIAക്ക് അതായത് ഈ കാര്യത്തിൽ ഹൈക്കോടതി ഉയർന്ന കോടതിയാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളത് കേട്ടോ. NIAക്ക് വേണമെങ്കിൽ ഇതിൽ പറഞ്ഞതുപോലെ അതിനകത്ത് വിയോജിപ്പ് പ്രകടിപ്പിക്കാം എന്നൊരു സാഹചര്യമുണ്ട്. കാരണം NIA കോടതി വിധിച്ചിരിക്കുന്ന ശിക്ഷയാണ് ഈ മേൽക്കോടതി റദ്ദ് ചെയ്തിരിക്കുന്ന മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, റദ്ദ് ചെയ്തതല്ല മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതായത് മറ്റ് പ്രൊസീജിയർ അതായത് NIA കോടതിയുടെ വിധിന്മേലാണ് ഈ ജീവപര്യന്തം അനുഭവിക്കുന്നതും ജീവപര്യന്തത്തിന് അപ്പീൽ തേടി നാസർ ഉയർന്ന കോടതികളെ സമീപിച്ചിരിക്കുന്നതുമാണ്. ഈ അപ്പീൽ പരിഗണിച്ച ശേഷം അത് അപ്പീൽ പരിഗണിക്കുന്നതും ഉയർന്ന കോടതികളുടെ റൈറ്റാണ്. അതൊരു ഒരു നോർമൽ പ്രൊസീജിയറുമാണ്. അതിനുശേഷം മാത്രമേ ഇത് ശിക്ഷാവിധിയിൽ ഇളവ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അത്തരം സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ NIA കോടതിക്ക് ഒരുപക്ഷെ അല്ല NIA കോടതിക്ക് പൂർണ്ണമായും ഇടപെടാം, അതല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കാം. ഇത് 9 വർഷമായ ഒരു പ്രതി പരാള് പോലും ലഭിക്കാതെ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. അതല്ലെങ്കിൽ ഇത് ജയിലധികൃതർ മാത്രം പരോള് നൽകുന്ന ഒരു പ്രൊസീജിയർ അതിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജാമ്യം വേണം എന്നുള്ള അപേക്ഷയിന്മേൽ ജാമ്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഹൈക്കോടതിക്ക് നീങ്ങണമെങ്കിൽ ഹൈക്കോടതിക്ക് നല്ല ഏത് കോടതിക്കാലും നീങ്ങണമെങ്കിൽ നിലവിലുള്ള ശിക്ഷാവിധി മരവിപ്പിച്ച ശേഷം വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വളരെ